നിങ്ങൾ ഇതിനെ ഒരു ചൂതാട്ടായിട്ടാണോ നിങ്ങൾ കാണുന്നത്? എനിക്ക് അതാണ് തോന്നുന്നത്. ഇപ്പോ മധുചേട്ടനായാലും ശരി, ബാക്കിയുള്ളവരായാലും ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ മൂന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആദ്യം 5 ഇട്ടുന്ന്, പിന്നെ 10 ഇടുന്ന്, പിന്നെ 25 ഇടുന്ന്, മൊത്തം കൊടുക്കടക്കം പോണ്. അപ്പൊ ഇന്നെന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? നമ്മുടെ ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റായിട്ട് നിന്നുണ്ടായിരുന്നത്. കറക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ആക്ട് ചെയ്തു, അവിടെ നന്നായിട്ട് റെസ്റ്റ് ചെയ്തു, നല്ലൊരു എൻട്രി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു താഴേക്ക്. അതിനുശേഷം നല്ലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് അപ്സൈഡ് നല്ലൊരു മൊമെന്റ് കിട്ടി. അത് നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിനെല്ലാം നല്ലൊരു എൻട്രി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം മാർക്കറ്റ് കൺസൾട്ടേഷൻ മോഡിലേക്ക് പോയതിനു ശേഷം എഗെയിൻ നമ്മുടെ ഒരു ലെവലിൽ റെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരികയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇന്നലെ നല്ലൊരു എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ എക്സ്പയർ ചെയ്യാണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് പബ്ലിക്കിൽ ലൈവ് വന്നൊരു ദിവസമായിരുന്നു. ആ സമയത്ത് നമുക്ക് ഉള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ നല്ല നല്ല എൻട്രീസ് വരുവാണെങ്കിൽ അത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാം. ഇതിൽ എത്ര പേര് എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ഉണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂ ലോസ് കിട്ടുന്നവര്. ഞാൻ കണ്ടിന്യൂസ് ലോസ് ഉള്ള ഒരാളാണ്. ഓക്കെ. ഹാരിസ് ഉണ്ടോ? ഓക്കെ. പിന്നെ ആരാണ് ഇങ്ങനെ ആഴ്ചയിലേ നമ്മള് ഒരു 3 ദിവസത്തെ 5 ദിവസത്തെ ട്രേഡ് നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം ടൈമും നമുക്ക് എങ്ങനെ ലോസിലായിരിക്കും അവസാനിക്കുക? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ലോസിൽ ഇപ്പൊ ജേക്കബേട്ടൻ ആദ്യം പറഞ്ഞില്ലേ 4 ദിവസം പ്രോഫിറ്റ് കിട്ടും, 5-ാമത്തെ ദിവസം കൊണ്ട് കളയുന്നു പറഞ്ഞില്ലേ? ഓക്കെ. ആ സെറ്റപ്പ് അല്ല. ചിലപ്പോ ഒറ്റ ട്രേഡ് എടുക്കൂലേ. ഞാനേ സ്റ്റോപ്പ് ലോസ് വച്ചില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ പോവോ എന്നാ പിന്നെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ. അതായത് സ്റ്റോപ്പ് ലോസ് ചിലപ്പോ നമ്മള് വെക്കണ ഏരിയകളെ റെപ്രസെന്റ് ചെയ്തിട്ട് ചിലപ്പോ അടിച്ചിട്ട് പോവാം. അപ്പൊ സ്റ്റോപ്പ് ലോസിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഇതിനെ ഒരു ചൂതാട്ടായിട്ടാണോ നിങ്ങൾ കാണുന്നത്? എനിക്ക് അതാണ് തോന്നുന്നത്. ഇപ്പോ മധുചേട്ടനായാലും ശരി, ബാക്കിയുള്ളവരായാലും ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ മൂന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആദ്യം 5 ഇട്ടുന്ന്, പിന്നെ 10 ഇടുന്ന്, പിന്നെ 25 ഇടുന്ന്, മൊത്തം കൊടുക്കടക്കം പോണ്. ഇതാണ് അവസ്ഥ. നമ്മളെന്ത് ചെയ്യുക? ആദ്യം ഒരെണ്ണം കൊടുക്കുക, എന്നിട്ട് ഇതില് എന്തെങ്കിലും സത്യം ഉണ്ടോ നോക്കണ്ടേ? നിങ്ങൾ ഇതിനൊന്ന് പഠിക്കാൻ നോക്കാം. കുറച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കാറ്റലുകൾ ഒന്നില്ലെങ്കിൽ ഇത് പറയുന്നത് സത്യമാണോ നോക്കാം. അത് അതിന്റെ രീതിയിൽ റെസ്പെക്ട് ചെയ്യുമ്പോ പോകുന്നുണ്ടോ നോക്കാം. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ളത്. ഒരു ബുള്ളിഷ് എൻഗൾഫിങ് വന്നു, മാർക്കറ്റ് ഇതേ പോകുന്നു. അതേപോലെ തന്നെ ഒരു ബിയറിഷ് എൻഗൾഫിങ് ഇതേ മാർക്കറ്റ് ഇതേ താഴേക്ക് പോകുന്നു. അതെന്തുകൊണ്ട് പോകുന്നു? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പഠിക്കാൻ നോക്കാം. അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ മാർക്കറ്റ് കയറാനായിട്ട് നോക്കാം. 1-2 കാര്യങ്ങള്, ആ 1-2 കാര്യങ്ങള് മാർക്കറ്റിൽ വന്നാല് മാത്രം കയറാം, അല്ലെങ്കിൽ നിങ്ങൾ കയറണ്ട. അപ്പൊ ആ 2 എണ്ണത്തിൽ നിങ്ങൾ മാസ്റ്ററായി. ഏത്? ബുള്ളിഷ് എൻഗൾഫിങ്, ബിയറിഷ് എൻഗൾഫിങ്. വേറെ ഒന്നിലും കയറണ്ട. അപ്പോൾ ഇതുപോലെ ലൈവ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നല്ല നല്ല എൻട്രീസ് എടുക്കാനുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.